കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നിയിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. അപകട സ്ഥലത്ത് വീണ്ടും പാറ ഇടിയുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു. വലിയ ക്രെയിൻ എത്തിച്ച ശേഷം ദൗത്യം പുനരാരംഭിക്കും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രെയിൻ എത്തിച്ച ശേഷം വീണ്ടും പുനരാരംഭിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തീർച്ചയായും ദൗത്യം കൂടുതൽ സങ്കീർണമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഈ പാറ ഇടുന്നത്, ആ പ്രദേശത്ത് പാറ ഇടിയുന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വെല്ലുവിളിയായി മാറിയിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ദൗത്യസംഘം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അടുത്ത് ഇന്ന് ഇറങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായി. NDRFിൻ്റെ സംഘമാണ് ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സിനൊപ്പം NDRFും കൂടി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം, ഈ ദൗത്യം നിർവഹിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ അവരിറങ്ങി ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ വീണ ചില കല്ലുകളെല്ലാം തന്നെ എടുത്ത് മാറ്റാനായി ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ സമീപത്ത് പാറ ഇടിയുന്നതും അതോടൊപ്പം തന്നെ ഈ നീരുറവ, അവിടെ വെള്ളം ഒഴുകുന്നൊരു സ്ഥിതിയും കൂടെയുണ്ട്. അപ്പോൾ അതും വലിയ രീതിയിൽ തന്നെ ഒരു അപകടത്തിന് കാരണമായേക്കാമെന്നൊരു മുൻകരുതൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇനി വലിയ യന്ത്രങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ടായിരിക്കും രക്ഷാപ്രവർത്തനം ഇനി നടക്കുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ ക്രെയിൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. കൂടാതെ വലിയ ഹിറ്റാച്ചി അവിടെ പ്രദേശത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് ഈ ഹിറ്റാച്ചി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഈ കല്ലുകളെല്ലാം വീണ് നടക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഈ ഹിറ്റാച്ചി എടുത്തു മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. കല്ലുകളെല്ലാം തന്നെ മുകളിൽ വന്ന് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാകണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ വലിയ യന്ത്രങ്ങൾ വന്നതിന് ശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് വരികയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വലിയ യന്ത്രങ്ങൾ എത്തിച്ച ശേഷമാകും ഇത് പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പാറയിടുന്ന ഒരു കാര്യം മാത്രമാണ് വെല്ലുവിളിയായി ഉള്ളത്. അത് വലിയ രീതിയിൽ തന്നെ ആശങ്കയ്ക്കും വകവയ്ക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ ഒഡീഷ സ്വദേശിയുടെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇനി ബീഹാർ സ്വദേശിയാണ് കണ്ടെത്താനുള്ളത്. അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് രാവിലെ തുടങ്ങിയത്. ഇന്നലെ വെളിച്ചക്കുറവ്, അതോടൊപ്പം തന്നെ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് രാവിലെ ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തിക്കൊണ്ട് ഈ തെരച്ചിൽ പുനരാരംഭിക്കാമെന്ന രീതിയിലായിരുന്നു ഇന്നലെ കാര്യങ്ങളെല്ലാം തന്നെ പോയത്. അത് പ്രകാരം ഇന്ന് രാവിലെ ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തി തെരച്ചിൽ പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. NDRFിൻ്റെ സംഘം ഫയർഫോഴ്സിനൊപ്പം എത്തുന്ന സ്ഥിതിയുണ്ടായി. NDRF അംഗങ്ങളെല്ലാം തന്നെ വടം കെട്ടിയാണ് ഈ അപകട സ്ഥലത്തേക്ക് ഇറങ്ങിയത്. വലിയ ഉയരമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയത് വടം കെട്ടിയാണ് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഈ പാറ ഇടിയുന്നൊരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കി. തുടർന്ന് രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് പോകുകയായിരുന്നു. ഇന്നലെ വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ തൊഴിലാളികൾ പണി ചെയ്തിരുന്ന വാഹനം, അതായത് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കൂറ്റൻ കല്ല് വീണാണ് ഈ അപകടം ഉണ്ടായത്. വാഹനം പൂർണ്ണമായും ഇതിനടിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടെ സമീപത്ത് നിന്നാണ് ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. തുടർന്ന് ബീഹാർ സ്വദേശിക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വലിയ യന്ത്രങ്ങൾ എത്തിച്ച ശേഷം തെരച്ചിൽ പുനരാരംഭിക്കും. ശരി. പത്തനംതിട്ട കോന്നിയിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. അപകട സ്ഥലത്ത് വീണ്ടും പാറയിടിയുന്നത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നു. വലിയ ക്രെയിൻ എത്തിച്ച ശേഷം ദൗത്യം പുനരാരംഭിക്കും. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല അതിനിയും സ്വപ്നമായി തന്നെ കൊണ്ട് നടക്കുകയാണോ? ഡോണ്ട് വറി. Now here is an opportunity to get your dream home through Red Porch Nest. Red Porch Nest is a RERA approved builder with years of experience in real estate. അതുകൊണ്ട് തന്നെ പൂർണ്ണ സംതൃപ്തിയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വില്ല ഇഷ്ടാനുസരണം കസ്റ്റമൈസ്ഡ്